നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ വാരഫലമാകുന്നു. ഈ വാരഫലത്തിൽ നാം ചിന്തിക്കുന്ന ദിനങ്ങൾ 2025 മെയ് 24 മുതൽ മെയ് 31 വരെയുള്ള 7 ദിവസങ്ങളാകുന്നു. ഒരു ശനിയാഴ്ച മുതൽ മറ്റൊരു ശനിയാഴ്ച വരെയുള്ള ദിനങ്ങൾ, അതായത് 1200 ഇടവമാസം 10-ാം തീയതി ശനിയാഴ്ച മുതൽ 17-ാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ വാരത്തിൽ കാര്യമായി നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റം പ്രധാനമായും വന്നത് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രാഹു അപ്രകാരം തന്നെ എവിടത്തേക്ക് വന്നു? 11-ാം ഭാവത്തിലേക്ക് വന്നു. ഇത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാകുന്നു. രാഹു 11-ാം ഭാവത്തിൽ വരുമ്പോൾ രാഹുവിൻ്റെ പുച്ഛമായ വാലായ കേതു ചിങ്ങത്തിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞു. ഇനി കാര്യമായി മാറുവാനുള്ള ഗ്രഹങ്ങൾ, ശുക്രൻ മേടൻ രാശിയിലേക്ക് വരും ഇടമാസം 17-ാം തീയതി 31-ാം തീയതിയിൽ. അതിനു പുറമെ ജൂൺ ആദ്യവാരം ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ബുധനും ശക്തമായി ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ബാധിക്കും മേടം മുതൽ മീനൻ രാശിക്കാരെ എന്ന വിഷയമാണ് ഈ വാരഫലത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ നീക്കം ഒരു വാരക്കാലം എപ്രകാരമായിരിക്കും, ഈ ഒരാഴ്ച എപ്രകാരമായിരിക്കും തുലാം രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ്. കന്നിരാശിക്കാരെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു പൂർവികമായ സ്വത്ത് ലഭിക്കും. പക്ഷേ തുലാം രാശിക്കാർക്ക് അനുഭവം അതല്ല. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടേണ്ട സമയമാണ്. പലപ്പോഴും വേണ്ട എന്ന് വയ്ക്കുന്ന സ്വത്തൊക്കെ വിൽക്കാൻ ഈ ഒരു വാരം വളരെയധികം ഗുണകരമായി തീരും. കാരണം 9-ാം ഭാവാധിപനായ ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നു. 9-ാം ഭാവം എന്താണ്? തൻ്റെ പിതാവാണ്, തൻ്റെ ഗുരുവാണ്, തൻ്റെ ഉപാസനയാണ്, തൻ്റെ ഭാഗ്യമാണ്, തൻ്റെ തപസ്സാണ്. ആ ഗ്രഹം ഇതാ പതിച്ചിരിക്കുന്നു, വീണിരിക്കുന്നു 8-ാം ഭാവത്തിൽ. പക്ഷേ 8-ാം ഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം, ബുധന് നല്ല അനുഭവമുള്ള ഭാവമാണ്. ഏത് ശുഭഗ്രഹവും ഏത് പാപഗ്രഹവും 8-ാം ഭാവത്തിൽ വന്നാൽ നാശമുണ്ടാക്കും. പക്ഷേ 8-ൽ ബുധൻ വന്നാൽ വിശ്രുത ഗുണാഹ, തൻ്റെ ഗുണങ്ങളാൽ വിശ്രുതങ്ങളായ ഗുണങ്ങൾ ഉണ്ടാകും. തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്ന ഗുണങ്ങളാൽ ഒരു വ്യക്തി അനുഗ്രഹീതനാകും 8-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ. ഇനി ആദ്യം ആരാണ് ഈ തുലാം രാശിക്കാർ? ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി. ഇവിടെ തുലാം രാശിക്കാർക്ക് ഞാൻ സൂചിപ്പിച്ചു പൂർവികമായ സ്വത്ത് ലഭിക്കും. പലപ്പോഴും അച്ഛനുമായി ശത്രുത വരും. 9-ാം ഭാവാധിപനായ ഗ്രഹം അഷ്ടമത്തിൽ വരുമ്പോൾ പിതാവിനെ ശുശ്രൂഷിക്കാനുള്ള യോഗം വളരെ കുറയും. അതിനെ അടിവരയിട്ട് പറയുന്നു, ആ 9-ാം ഭാവാധിപനായ പാരമ്പര്യം പിതാവിനെ ചിന്തിക്കേണ്ടുന്ന ആ ബുധൻ അഷ്ടമത്തിൽ സൂര്യനോടുകൂടി നിൽക്കുന്നു. സൂര്യൻ 8-ാം ഭാവത്തിൽ വളരെ ദോഷമാണ്. അതിനാൽ അത് അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിയെ കാണിക്കുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളുടെ പിതാവിന് വേണ്ടി മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വഴിപാടായി ചെയ്യണം. നിങ്ങൾക്കും ആരോഗ്യ വിഷയത്തിലേക്ക് രക്ഷപ്പെടണം. മൃത്യുഞ്ജയ മന്ത്രം ചെല്ലാം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധി പുഷ്ടിവർദ്ധനം ഊർവാരുഗമിവ ബന്ധനാ മൃത്യോർ മുക്ഷീയമാമൃത. ഈ മൃത്യുഞ്ജയ മന്ത്രം വളരെയധികം ഉപകരിക്കും തുലാം രാശിക്കാർക്ക്. ഹീനാംഗഹ എന്നൊരു ഫലമുണ്ട് തുലാം രാശിക്കാർക്ക്. ശാരീരികമായി അംഗത്തിന് വൈകല്യമുണ്ടാകും. ഇവിടെ വൈകല്യവാനായ ബുധൻ 12-ാം ഭാവാധിപത്യം വഹിച്ചിരിക്കുന്നുണ്ട്. ആർക്ക്? തുലാം രാശിക്കാർക്ക്. അതിനാൽ 2-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ സ്കിൻ പ്രോബ്ലം ശ്രദ്ധിക്കണം. പാണ്ട് സംബന്ധിച്ച രോഗങ്ങളൊക്കെ വന്നാൽ മുഖത്ത് പെട്ടെന്ന് പാടുകൾ വരും. അതിനാൽ ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട തുലാം രാശിക്കാർ ഒരിക്കലും സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ വാങ്ങി പൂശുകയാണെങ്കിൽ വളരെയധികം തങ്ങളുടെ മുഖത്തിന് അത് വൈരൂപ്യങ്ങൾ ഉണ്ടാക്കുമെന്നറിയണം. സ്കിൻ പ്രോബ്ലങ്ങളും വരും. അനാവശ്യമായ രേഖാപരമായ വിവാദങ്ങൾ ഉണ്ടാക്കാം. അഷ്ടമത്തിൽ ബുധൻ വരുമ്പോൾ രേഖാപതിയായ ഗ്രഹമാണ് 8-ൽ നിൽക്കുന്നത്. രേഖാപരമായ വിവാദങ്ങൾ ഉണ്ടായി അതിലൂടെ തനിക്ക് മാനസികമായ അസ്വസ്ഥത ഉണ്ടാക്കും. ഈ സമയത്ത് ബുധൻ അസ്വസ്ഥനാണ്. ബുധൻ അനാമിക ഹൃദയത്തിൻ്റെ ഹൃദചക്രം അനാമിക ചക്രത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വളരെയധികം മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആകും. ദയവ് ചെയ്ത് ആരുമായി തർക്കിക്കാൻ പോകരുത്.
ബുധൻ ദുർബലനായാൽ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദോഷം അതാണ്. പാരുഷ്യശ്രമബന്ധ മാനസരുജാഹ, വാക്കിൽ പരുഷത വരും. മാനസരുജാഹ, മനസ്സിന് അസ്വസ്ഥത, മനസ്സിന് രോഗങ്ങൾ വരും. പീഡാജ ധാതുത്രയാൽ വാതപിത്ത കഫങ്ങളാകുന്ന ബുദ്ധിമുട്ടുകളും വരും. അതിനാൽ വളരെയധികം ആത്മനിയന്ത്രണം തൻ്റെ വാക്കുകളിലൊക്കെ പാലിക്കേണ്ടിയിരിക്കുന്നു തുലാം രാശിക്കാർ. എടുത്തുചാടി ചില സ്ത്രീ സൗഹൃദങ്ങൾ വരും, അതും വളരെ ശ്രദ്ധിക്കണം. ഇവിടെ 6 ശുക്രനാണ്. സ്ത്രീകൾ ശത്രുക്കളാവും, സ്ത്രീകൾ കാരണം ബുദ്ധിമുട്ടുകൾ വരും. ലഗ്നാധിപനായ ശുക്രൻ 6 നിൽക്കുമ്പോൾ സദാ ദാനവിജ്ഞയെ സുധാസിക്ത ശത്രു, അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ശത്രുദോഷങ്ങളെ വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി, അപ്രകാരം തന്നെ ശത്രുസംഹാര കുരുതി, നാളികേരം കൊണ്ട് മുട്ടറക്കൽ നടത്തി വെള്ളിയാഴ്ച ഗണപതിക്ക് ഒരു നാളികേരം അടിച്ച് ദോഷങ്ങൾ തീർക്കണം. പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള യോഗം വരും. 9-ൽ വ്യാഴം വന്നു കഴിഞ്ഞു തുലാൻ രാശിക്കാർക്ക്. 6-ാം ഭാവത്തിൽ ശനിയും വന്നു. ദേവബ്രാഹ്മണ സാധു പൂജന രഥ, ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്ന ആളുകളാണ് തുലാം രാശിക്കാർ. ഈ 9-ൽ വ്യാഴം വരുമ്പോൾ തപസ്യ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. തപസ്യായിരിക്കുമെന്നാണ്. അതിനാൽ തപസ്, ധ്യാനം, പ്രാർത്ഥന, വ്രതാനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. ഇവിടെ നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല വഴിപാട് ചെയ്യാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ശനി നല്ല സ്ഥാനത്താണ്, വ്യാഴം നല്ല സ്ഥാനത്താണ്. 5-ൽ രാഹു വന്നതുകൊണ്ട് ഉദരസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം. മക്കൾക്കുണ്ടാകുന്ന അരിഷ്ടതകൾ നോക്കണം. 5-ാം ഭാവത്തിൽ രാഹു വരുമ്പോൾ മക്കൾക്കത്ര ഗുണമല്ല. പലപ്പോഴും മക്കൾ ദൂരദേശത്തേക്ക് പറിച്ചു നടപ്പെടും, അവരുടെ വിദ്യയായാലും അവരുടെ ജോലിയായാലും. അതിനാൽ സന്താന വിഷയങ്ങളിൽ കുറച്ചും കൂടി ജാഗ്രത പാലിക്കുക. അവരുടെ ഇഷ്ടാനുഷ്ഠാനങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുവാൻ ശ്രമിക്കണം തുലാൻ രാശിക്കാർ. മക്കളുടെ പേരിൽ നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് തുലാം രാശിക്കാർ. എല്ലാ തുലാൻ രാശിക്കാർ നല്ല ശോഭനമായ നല്ല ഒരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.